ഹലോ ഗൈസ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആണെങ്കിൽ ഒരു ലൈക്ക് വന്നിട്ട് പോണേ, ഹാപ്പി അല്ലെങ്കിലും ഒരു ലൈക്ക് വന്നിട്ട് പോണേ. എന്തായാലും നമ്മ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് യുദ്രാംഗി എന്ന് പറഞ്ഞ ഒരു തെലുങ്ക് മൂവിയാണ്. നാട്ടിലൊരു ഭയങ്കരനായിട്ടുള്ള രാജാവ്, അയാളുടെ കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷം ആയെങ്കിലും ഇതുവരെ അയാൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആളാന്ന് വെച്ചാല് രണ്ടാമത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നുണ്ട്. അവളാണെങ്കിലോ ലോക അഹങ്കാരി, അവൾക്കൊരു ഫീമെയിൽ ടച്ച് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ അവര് തമ്മിൽ ഫസ്റ്റ് നൈറ്റേ നടന്നിട്ടില്ല. എന്താണ് ഈ ഫീമെയിൽ ടച്ച് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും രാജാവിന് പിന്നീട് അവളോട് ഇഷ്ടം തോന്നിയോ, അല്ലെങ്കിൽ അവൾക്ക് വേറെ ആരെങ്കിലോടും ഇഷ്ടം തോന്നിയോ എന്നൊക്കെ പറഞ്ഞ ഒരു കഥയാണ്. കഥ ഭയങ്കര കുഴപ്പമായിട്ടൊക്കെ തോന്നും, പക്ഷെ ഈ ഒരു കുഴപ്പങ്ങൾ തന്നെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു മൂവി ഫുള്ള് കണ്ടു കഴിഞ്ഞാല്. ഓക്കെ ഇനിയിപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അധികം പറഞ്ഞൊന്നും ലാഗ് ആക്കിപ്പിക്കുന്നില്ല. അതിന് മുന്നേ എന്തായാലും ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ, നമ്മുടെ വീഡിയോക്ക് കുറച്ച് റീച്ച് കിട്ടട്ടെ. മൂവിയുടെ തുടക്കം തന്നെ ഒരു വലിയ കൊട്ടാരാണ് കാണിക്കുന്നത്. ആ ഒരു കൊട്ടാരത്തിൽ ഇപ്പോ രണ്ടാമത്തെ റാണിയാണ് ഉള്ളത്. ആ രണ്ടാമത്തെ റാണി പുറത്തേക്ക് വരുന്നുണ്ട്. അവളുടെ പേര് ശിവാംഗി എന്നായിരുന്നു. ആ ഒരു ഗ്രാമത്തിലെ കുറച്ച് നാട്ടുകാരെല്ലാം അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. റാണി വന്നിട്ട് അവരോട് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. പുറം നാട്ടിലേക്ക് പഠിക്കാനായിട്ട് പോയ മാവീരന്റെ മകള് തിരിച്ചു വന്നിട്ടുണ്ട് നാട്ടുകാരിൽ ഒരാള് പറയുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയെ റാണിയുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരാണ്. ആ ഒരു പെൺകുട്ടിയെ കണ്ടതും റാണിയാന്ന് വെച്ചാൽ കണ്ണ് നിറച്ചുകൊണ്ട്, ഇപ്പൊ ഒരു വലിയ പെൺകുട്ടിയാണ്, എല്ലാ ബോധവും അറിവുള്ള ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ട് നിന്നോട് ഒളിപ്പിച്ചു വെച്ച ആ ഒരു കാര്യങ്ങൾ, ഇത്രയും വർഷം നിന്നോട് പറയാത്ത ആ ഒരു കാര്യങ്ങൾ, നിന്റെ അച്ഛനെ കുറിച്ചുള്ള ഒരു രഹസ്യം നിന്നോട് പറയാമെന്ന് പറയുന്നുണ്ട്. ആ ഫ്ലാഷ് ബാക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ആ ഒരു വലിയ കഥ പറയാനായിട്ട് തുടങ്ങാണ്. മഹേഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ മുറപ്പെണ്ണായിട്ടുള്ള യുദ്രാംഗിയുടെ കൂടെ ഭയങ്കര ജോളിയായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട അവരുടെ മുത്തശ്ശനാന്ന് വെച്ചാൽ മഹേഷിനെ തന്റെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ ഇനി എത്ര കാലമൊന്നും ജീവിച്ചിരിക്കുന്ന അറിയില്ല, നീ ഇതുപോലെ തന്നെ നിന്റെ മുറപ്പെണ്ണായിട്ടുള്ള യുദ്രാംഗിയെ സന്തോഷത്തോടുകൂടി കൊണ്ടു നടക്കണം, ഇതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാവണം എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഐഡിയയും ആ ഒരു മുത്തശ്ശൻ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഒരു താലി എടുത്ത് മഹേഷിന്റെ കൈ കൊടുത്തിട്ട് ആ ചെറിയ പെൺകുട്ടിയുടെ കഴുത്തിലായിട്ട് കെട്ടി കല്യാണം കഴിക്കാനായിട്ട് പറയാണ്. മഹേഷ് കല്യാണല്ലേ, അതിനിപ്പോ എന്താ, ഞാൻ കഴിക്കാലോ എന്നും പറഞ്ഞ ആ താലി എടുത്ത് യുദ്രാംഗിയുടെ കഴുത്തിൽ കെട്ടാണ് അവരുടെ ചൈൽഡ് മാരേജ് അങ്ങനെ കഴിയുന്നുണ്ട്. ഇങ്ങനെ ഇവരുടെ കല്യാണം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ഭാഗത്തൊരു ഡോൺ ഉണ്ടായിരുന്നു. ആ ഡോണിന്റെ ആൾക്കാര് ഈ ഒരു വീട്ടിലേക്ക് വരുന്നത്. ആ ഒരു ആൾക്കാർ അവിടേക്ക് വന്നതിന് ശേഷം മുത്തശ്ശനോട് കളവാ എന്തെന്ന് പണിക്കൊന്നും പോകുന്നില്ലേ, എന്താ പാടത്തിലേക്ക് വരാഞ്ഞതെന്നെല്ലാം ചോദിക്കുകയാണ്. ആ ഒരു മുത്തശ്ശനും എന്റെ ശരീരത്തിന് തീരെ വയ്യ, അതുകൊണ്ടാണ് വരാത്തതെന്ന് പറയുന്നുണ്ട്. ഓ, ശരീരത്തിന് വയ്യായാണോ, എന്നാ പിന്നെ നമുക്ക് ആ ഒരു വയ്യായ മാറ്റാന്ന് പറഞ്ഞ് ഈ ഒരു ദുഷ്ടന്മാര് ആ ഒരു മുത്തശ്ശനെ വണ്ടി കെട്ടി വലിച്ചഴച്ച് അവിടെ മുഴുവൻ ജീപ്പും കൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു വലിച്ചഴക്കലിൽ തന്നെ ആ ഒരു മുത്തശ്ശൻ മരിക്കേണ്ടതായിരുന്നു, പക്ഷെ കുറച്ച് ജീവൻ ബാക്കി ഉണ്ടായിരുന്നു. ഈ ഒരു ആൾക്കാർ ആ ഒരു മുത്തശ്ശനെയും കൊണ്ട് ആ ഡോണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. താഴ്ന്ന ജാതിപ്പെട്ട നീ അസുഖാണെന്ന് പറഞ്ഞ് പണി എടുക്കാതിരിക്കാൻ മാത്രം ആയോന്നും ചോദിച്ച് ആ ഒരു മുത്തശ്ശനെ അവിടെ ഇട്ട ഒരു ഡോണ് കൊന്നുകളയാണ്. ഇത് കണ്ട് ദേഷ്യം വന്ന മഹേഷും അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കല്ല് കൊണ്ട് ആ ഒരു ഡോണിന്റെ തലക്കായിട്ട് എറിയുന്നുണ്ട്. ഇപ്പൊ മഹേഷിനെ കൊല്ലാനായ ഒരു ഡോണും ആൾക്കാരോട് പറയുമ്പോ അവൻ എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നുണ്ട്. ഈ സമയത്ത് അവിടെ ആ ഒരു ഗ്രാമത്തില് യുദ്രാംഗി മാത്രം ഒറ്റക്കാകാണ്. എന്തായാലും ആ ഒരു പയ്യൻ ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് എന്തായാലും തിരിച്ചു വരും, അവൻ വരുന്ന സമയത്ത് അവനെ കൊന്നു കളയാമെന്ന് ആ ഒരു ഡോൺ പറഞ്ഞിട്ട് യുദ്രാംഗിയെ ഒരു പെണ്ണിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് വളർത്താനായിട്ട്. മഹേഷ് അവിടെ നിന്ന് ഓടി ഒരു നടുക്കാട്ടിലാണ് എത്തുന്നത്. അവിടെ ഭയങ്കരനായിട്ടുള്ള ഒരു രാജാവിനെ കാണിക്കുന്നുണ്ട്. അവന്റെ ജീവിതത്തിൽ അവൻ കരുതുന്നത് അവനൊരു സിംഹമാണെന്നാണ്, അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഗിറെന്നും പറഞ്ഞ് അവൻ ഇങ്ങനെ അറിഞ്ഞോണ്ടേയിരിക്കും. ആ ഒരു രാജാവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ആ ഒരു ഗ്രാമത്തിൽ ആ ഡോൺ ഉണ്ടായിരുന്നല്ലോ, അവൻ കുറച്ച് ആളുകൾ അവിടേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തോ വലകളെല്ലാം വിരിച്ച് ആ കാട്ടിലിട്ട് തന്നെ രാജാവിനെ അവർ പിടിക്കുന്നുണ്ട്. അതിലൊരാള് രാജാവിനെ കൊല്ലാനായിട്ട് വരുന്ന സമയത്ത് മഹേഷ് അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അവന് കല്ലുകൊണ്ട് ഈ ആൾക്കാരൊക്കെ എറിഞ്ഞ് രാജാവിനെ രക്ഷിക്കുന്നുണ്ട്. രാജാവ് ഇപ്പൊ പുറത്ത് വന്ന അവരെല്ലാവരെയും കൊന്നുകളയാണ്. രാജാവ് ഇപ്പൊ രക്ഷപ്പെട്ട് മഹേഷിനെയും കൂട്ടിക്കൊണ്ട് അവന്റെ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. രാജാവിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ആ ഒരു കുട്ടിയെ കൊണ്ടുപോയതിനു ശേഷം അവനാണ് എന്റെ ജീവൻ രക്ഷിച്ചത്, അവനക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ജീവനൊക്കെ രക്ഷിച്ചത് ശരി, താഴ്ന്ന ജാതിക്കാരെപ്പോഴും താഴ്ന്നിരിക്കണം എന്നുള്ള ഒരു മനോഭാവമായിരുന്നു ആ ഒരു രാജാവിന്. അതുകൊണ്ട് മഹേഷിന് താഴെ ഇരുത്തിയിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അത്രയും മോശപ്പെട്ട ഒരു ചിന്താഗതിയായിരുന്നു ആ ഒരു രാജാവിന്. മഹേഷ് ഇപ്പൊ നന്നായി തന്നെ ഭക്ഷണം കഴിക്കുന്നത് കണ്ട രാജാവ് അതിശയിക്കുന്നുണ്ട്. നിന്നെ പോലെ തന്നെ ആയിരുന്നു ഞാനും, ചെറുപ്പത്തിലും നന്നായി ഭക്ഷണം കഴിക്കായിരുന്നു, പക്ഷെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒക്കെ ഒന്ന് ഇടിക്കണം എന്ന് പറഞ്ഞ് രാജാവ് അവിടെയുള്ള ഒരു തൂണ് ഇടിച്ചു പൊളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട ഒരു ചെറിയ പയ്യനെ രാജാവിനെ ഒരു റോൾ മോഡൽ ആക്കി ഇടിക്കുകയും വലുതാകുമ്പോൾ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് മാറണമെന്നും കരുതാണ്. അപ്പൊ മഹേഷും രാജാവിനെ തന്നെ ഗുരുവായി വിചാരിച്ച് രാജാവിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫൈറ്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ 15 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. 15 വർഷം കഴിഞ്ഞിട്ടും ഈ രാജാവിന് തന്റെ ഭാര്യയില് ഒരു കൊച്ചുണ്ടായിട്ടില്ല.
അതുകൊണ്ട് തന്നെ തന്റെ പിൻഗാമിയെ തീരുമാനിക്കാനായിട്ട് രാജാവിന് പറ്റുന്നില്ല. അവകാശി വന്നാലേ പറ്റൂ. അതുകൊണ്ട് തന്നെ രാജാവ് ഇപ്പോ രണ്ടാമത് ശിവാംഗി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ശിവാംഗിയോട് രാജാവ് താഴെ ഇറങ്ങാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ശിവാംഗി കുറച്ച് അഹങ്കാരം പിടിച്ച ഒരു പെണ്ണായിരുന്നു. നിന്റെ ആദ്യ ഭാര്യ വന്ന് എന്നെ സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങൂ എന്ന് അവള് പറയുന്നുണ്ട്. ഇപ്പൊ രാജാവും ആദ്യ ഭാര്യയുടെ അടുത്ത് ചെന്ന് ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ച പെണ്ണ് വന്നിട്ടുണ്ട്, നീ വന്ന് സ്വീകരിക്കാനായിട്ട് പറയാണ്. ഇത് കേട്ട ഒന്നാം ഭാര്യ ആകെ കണ്ണു നിറച്ചു നിൽക്കാണ്. 15 വർഷമായിട്ട് നമുക്ക് കുട്ടികളില്ല, പക്ഷെ ഇപ്പൊ ഞാൻ ഗർഭിണിയാണ്, അതറിയാതെയാണ് നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നെല്ലാം പറയാണ്. എന്നാൽ രാജാവിന് ഇതൊന്നും വലിയ കാര്യമായിരുന്നില്ല. അതൊന്നും എനിക്കറിയില്ല, നീ ഇപ്പൊ വന്ന അവൾ അവിടെ നിന്ന് ഇൻവൈറ്റ് ചെയ്തേ പറ്റൂന്ന് രാജാവ് പറയാണ്. രാജാവിനെ എതിർത്ത ആ ഒരു ഒന്നാം ഭാര്യക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാര്യയും രണ്ടാം ഭാര്യയെ അവിടെ നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശിവാംഗി പല്ലക്കിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട്. അവള് കാണാൻ ഒരു പെണ്ണിനെ പോലെ ഉണ്ടെങ്കിലും അവളുടെ സ്വഭാവം ഒരു ആണ്ടച്ചായിരുന്നു. ഒരു ആണുങ്ങളുടെ ഗംഭീരായിരുന്നു അവൾക്ക് ഉണ്ടായിരുന്നത്. അവിടെയുള്ള എല്ലാവരെയും തന്റെ അടിമകളെ പോലെയാണ് അവൾ കാണുന്നത്. ഗ്രാമത്തിലെ ആൾക്കാരിപ്പോ ആകെ കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്നത് കണ്ട രാജാവും തന്നെ കണക്കപ്പിള്ളയെ അഴച്ചുകൊണ്ട് ഗ്രാമത്തിലുള്ള ആൾക്കാരോട് പറയാണ്, തന്റെ ഭരണം നിലനിർത്താനായിട്ട് ഒരു അവകാശി ഇതുവരെ ഉണ്ടായിട്ടില്ല, ആ ഒരു അവകാശിക്ക് വേണ്ടിയാണ് ഞാൻ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നൊക്കെ. ശിവാംഗി ആ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കണം ഇവിടെ ഇനി നടക്കേണ്ടത് എന്ന ഒരു നിയമം ഉണ്ടാക്കുന്നുണ്ട്. രാജാവ് അന്ന് രാത്രി ശിവാംഗിയായിട്ട് സന്തോഷത്തോടുകൂടി ഇരിക്കാനായിട്ട് വരുന്ന സമയത്ത് രാജാവിനെ കൊല്ലാനായി ആ ഡൗൺ അയച്ച ചില ആൾക്കാര് അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതെങ്ങനെയോ ശിവാംഗി കണ്ടെത്തുകയും അവരായിട്ട് ഫൈറ്റ് ചെയ്ത് രാജാവിന്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്യാണ്. ഇവരെ കണ്ടതിൽ ഭയങ്കര ദേഷ്യം തോന്നിയ രാജാവ് അവന്റെ പടയിലെ നായകനായിട്ടുള്ള മഹേഷ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ചെറിയ പയ്യൻ, അവനിപ്പോ വലുതായിട്ടുണ്ടായിരുന്നു. അവനെ വിളിച്ചുകൊണ്ട് ആ ഒരു ഡോണിനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അവനും ആ ഒരു ഗ്രാമത്തിലേക്ക് പോയി ആ ഒരു ഡോണിനെ അടിച്ച് രാജാവിന്റെ മുന്നിലായിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. രാജാവ് ഇപ്പൊ ഡോണിന്റെ കഴുത്തിലായിട്ട് ചെരുപ്പുമാല ഇടിപ്പിച്ച് അവനെ അവിടെ വെച്ച് തന്നെ കൊന്നു കളയാണ്. എന്നിട്ട് രാജാവ് അവിടെ എഴുന്നേറ്റ് നിന്ന് മഹേഷിനെ ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്. അവൻ രാജാവിന്റെ പടയിൽ ഉള്ളിടത്തോളം കാലം ആർക്കും രാജാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് രാജാവ് പറയുന്നത്. ഈ ഒരു സന്തോഷം കൊണ്ട് തന്നെ അവനും മഹേഷിനോട് നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോ, എന്തും നിനക്ക് ആവശ്യപ്പെടാം എന്ന് പറയാണ്. മഹേഷിന് അങ്ങനെ സ്വന്തമായിട്ട് ഒരു കാര്യവും ചോദിക്കാനുണ്ടായിരുന്നില്ല. അവൻ ആ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടി ചോദിക്കാണ്, ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമുണ്ട്, രാജാവിന്റെ കുളത്തിൽ നിന്ന് കുറച്ച് കുടിവെള്ളം മാത്രം ഞങ്ങൾ എടുത്തോട്ടെ എന്ന്. രാജാവ് അതിന് സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലാഗ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം ഉണ്ടായിരുന്നു, അത് ആഘോഷിക്കാനുള്ള അനുമതിയും ചോദിക്കുന്നുണ്ട്. ഇതെന്തോ സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആ ഒരു തരത്തിൽ ആഘോഷിക്കുന്ന ഫംഗ്ഷൻ ആയിരുന്നു. എന്നാൽ രാജാവ്, നിങ്ങളൊക്കെ താഴ്ന്ന ജാതിക്കാരാണ്, നിങ്ങൾക്കൊക്കെ എന്തിനാണ് ഈ ഒരു ഫ്ലാഗ് ഡേ? സ്വാതന്ത്ര്യമൊക്കെ അനുഭവിക്കേണ്ടത് ഞങ്ങളെ പോലെ വലിയ വലിയ ആൾക്കാരാണ്, നിങ്ങളെ പോലെ താഴ്ന്ന ജാതിക്കാര് എന്നും ഞങ്ങളുടെ കാലിന്റെ അടിയിൽ സ്വാതന്ത്ര്യം ഇല്ലാതെ നിൽക്കണം എന്നെല്ലാം ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കേട്ട് ആ ഒരു പാവ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല, നമ്മുടെ മഹേഷിന് ഉൾപ്പെടെ. മഹേഷ് അപ്പോ രാജാവ് എത്ര നന്നായിട്ടാണ് ഇംഗ്ലീഷ് പറയുന്നത്, ഞങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനായി ഒരു സ്കൂൾ കെട്ടിത്തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ നോക്കാന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പറഞ്ഞയക്കാണ്. അപ്പോഴാണ് ആ ഒരു ഗ്രാമത്തിലെ കണ്ണമ്മ എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ കാണിക്കുന്നത്. ഒരു കണ്ണമ്മക്ക് രാജാവിന്റെ മേളിൽ ഒരു കണ്ണുണ്ടായിരുന്നു, അതായത് ഒരു ക്രഷ്. രാജാവിന്റെ കൂടെ ഒന്നായിട്ടിരിക്കണം എന്ന് അവൾക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും ശരി, നിങ്ങൾ രണ്ടാമത് വിവാഹം കഴിച്ചില്ലേ, മൂന്നാമത് എന്നെയും കൂടി അങ്ങോട്ട് വിവാഹം കഴിക്കുന്ന അവള് രാജാവിനോട് പറയുന്നുണ്ട്. ഇപ്പൊ രാജാവ് ശിവാംഗിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇന്നാണ് അവരുടെ ഫസ്റ്റ് നൈറ്റ്. രാജാവ് ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. ഭയങ്കര ആശയോടുകൂടി തന്നെ ശിവാംഗിയും രാജാവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് രാജാവിന്റെ മനസ്സിൽ വേറെ എന്തോ ആണ് തോന്നുന്നത്. ശിവാംഗി ആ ഒരു രാജാവിനെ കെട്ടിപ്പിടിക്കുന്നത് പോലും വേറെ ഒരു ലെവലിലാണ് ഉള്ളത്, എന്തോ പടയാളികളെ പോലെ. അതുകൊണ്ട് തന്നെ രാജാവും അതിൽ നിന്ന് പിൻവാങ്ങി, നിന്റെ അടുത്ത് ഒരു ഫീമെയിൽ ടച്ച് ഇല്ല, നിന്റെ അടുത്ത് ഒരു മെൻ ടച്ച് ആണ് ഉള്ളത്, നിന്നെ ഒരു ആണിനെ പോലെയാണ് തോന്നുന്നത്, ഇനി നീ ഒരു ആണാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ശിവാംഗി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എത്ര പേര് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ, അവസാനം ഞാൻ സെലക്ട് ചെയ്തത് നിങ്ങളെയാണ്, എന്നിട്ടിപ്പോ എനിക്കൊരു മെയിൽ ടച്ച് ഉണ്ടോന്നോ, ഞാൻ ആണാണെന്നോ, അതാണോ നിങ്ങളുടെ സംശയം എന്നെല്ലാം ദേഷ്യത്തോടുകൂടി ചോദിക്കാണ്. രാജാവ് ആ സമയം, അതൊന്നും എനിക്കറിയില്ല, നിനക്ക് പക്ഷെ ഒരു മെയിൽ ടച്ച് ആണ് ഉള്ളത്, എന്നാണോ നിനക്കൊരു ഫീമെയിൽ ടച്ച് വരുന്നത്, ഒരു പെണ്ണായി നീ എന്നാണോ എന്റെ അടുത്തേക്ക് വരുന്നത്, ആ ഒരു ദിവസമാണ് നമ്മളുടെ ഫസ്റ്റ് നൈറ്റ് എന്നും പറഞ്ഞ് രാജാവ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവന്റെ ഒന്നാം ഭാര്യയെ തൂക്കി എടുത്തോണ്ട് അവളുടെ റൂമിലേക്ക് അവൻ പോകാണ്. ഇതുകൊണ്ട് തന്നെ രാജാവിനോട് ശിവാംഗിക്ക് ഒരു ദേഷ്യം തോന്നുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഗ്രാമത്തിലുള്ളവർക്കൊക്കെ വെള്ളം കിട്ടിയതിന്റെ സന്തോഷത്തില് അവരെല്ലാം ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത്. അവർക്കിടയിൽ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്ന മഹേഷിനെ റാണി ശ്രദ്ധിക്കുന്നുണ്ട്. റാണിയുടെ തോഴിമാരോട് അവന്റെ പേരെന്താന്ന് ശിവാംഗി അറിഞ്ഞു വെക്കുകയും അവനെ പോലത്തെ ഒരു ആണിനെയാണ് ഇത്ര കാലമായിട്ട് താൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നിരുന്നത് എന്നെല്ലാം അവള് വിചാരിക്കുകയാണ്. പിറ്റേ ദിവസം ശിവാംഗി രാവിലെ തന്നെ മഹേഷിന്റെ ആ ഒരു ആലോചനയില് ഇങ്ങനെ
നടക്കാണ്. രാജാവിനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാനാ എന്ന് കരുതി ഇവിടെ ആണുങ്ങൾ ആരും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ദേഷ്യം വന്ന രാജാവ് ഒരു ഗണ്ണും എടുത്ത് വേട്ടയ്ക്ക് വേണ്ടി കാട്ടിലേക്ക് പോകാണ്. രാജാവ് പോയി എന്ന് ഉറപ്പ് വന്നപ്പോ ശിവാംഗി മഹേഷിനെ കാണാനായി അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൻ അവിടെ കുറച്ച് ഫൈറ്റ് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് റാണി ചെന്നിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യാൻ നിനക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കാണ്. എന്നാ അവനും നിങ്ങളൊരു റാണിയല്ലേ, നിങ്ങളുമായിട്ട് ഞാൻ എങ്ങനെ ഫൈറ്റ് ചെയ്യാം, നിങ്ങളോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ എന്നെല്ലാം പറയാണ്. എന്നാ ഇതൊരു കളിതമാശ ആയിട്ട് എടുത്താൽ മതി എന്നും പറഞ്ഞ് മഹേഷിന്റെ കൂടെ ഇപ്പൊ ശിവാംഗി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ശിവാംഗി മഹേഷിനോട് ക്ലോസ് ആയിട്ട് ഇരിക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവസാനം അവനെ കിസ് ചെയ്യുന്ന പോലും ഉണ്ട്. തന്റെ രാജാവിനോട് ഒരു ദ്രോഹമാണ് ചെയ്യുന്നത് എന്ന് തോന്നിയ മഹേഷും അതിൽ നിന്ന് പിൻവാങ്ങി അവിടെ നിന്ന് പോകാണ്. രാജാവ് കാട്ടില് വേട്ടക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു പെണ്ണിനെ കാണുന്നുണ്ട്. അവളെ കണ്ടപാടെ രാജാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് രാജാവ് ആ ജീപ്പിൽ കയറ്റിയിരുത്താണ്. ആ സമയത്ത് രാജാവിനോട് ക്രഷുള്ള ഒരു പെണ്ണിലെ കണ്ണമ്മ അവൾ അവിടെ വന്നിട്ട് രാജാവിനോട് കൊഞ്ചി കൊഴിഞ്ഞ് സംസാരിച്ചു ാണ്. ഈ ഒരു ഗ്യാപ്പ് മുതലാക്കിക്കൊണ്ട് രാജാവ് പിടിച്ച ആ ഒരു പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെടുന്നുണ്ട്. രാജാവിന്റെ കണ്ണി പെടാതെ തന്നെ. ഇതുകൊണ്ട് തന്നെ രാജാവിനും നല്ല ദേഷ്യമാവുന്നുണ്ട്. അവര് കാട്ടിൽ മുഴുവൻ ആ ഒരു പെണ്ണിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും അവളെ കണ്ടു കിട്ടുന്നില്ല. ആ ഒരു പെണ്ണിന്റെ ഓർമ്മയിൽ തന്നെ അവളെ എനിക്ക് കിട്ടിയേ തീരുന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി രാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. അവരെ കൊണ്ട് ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഏത് സമയവും ആ ഒരു പെണ്ണിനെ പറ്റി തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു സൈഡിലാന്ന് വെച്ചാൽ ശിവാംഗി മഹേഷിനെ പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും മഹേഷിന്റെ കൂടെ ഒന്നാകണമെന്നായിരുന്നു അവളുടെ ആ ഒരു ഫീലിങ്സ്. രാജാവിന് ആ ഒരു പെണ്ണിനോട് തോന്നിയ ഫീലിങ്സ് തന്നെയാണ് ഇപ്പൊ ശിവാംഗിക്ക് മഹേഷിനോടുള്ളത്. രാജാവ് റൂമിലില്ലാത്ത നേരം നോക്കി മഹേഷിനോട് റൂമിലേക്ക് വരാനായി ശിവാംഗി ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ അതൊരു വലിയ തെറ്റാണെന്ന് കരുതിയ മഹേഷും അവിടേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ശിവാംഗിയോ അവന്റെ അടുത്ത് പോയി ഒരു കത്തി എടുത്ത് ഭീഷണിപ്പെടുത്തി, ഞാൻ വിളിച്ചിട്ടും നീ റൂമിലേക്ക് വരുന്നില്ല, ഞാൻ ആരാണെന്ന് അറിയോ, റാണി, ഞാൻ പറയുന്നതെല്ലാം കേൾക്കണം എന്നും പറഞ്ഞ് അവളുടെ റൂമിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട്. ശേഷം അവനോട് ഡ്രസ്സ് എല്ലാം അഴിക്കാനായിട്ട് ആവശ്യപ്പെടാണ്. നിവർത്തിയില്ലാതെ മഹേഷും ഡ്രസ്സ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവൾ അത് നിർത്തിപ്പിച്ചുകൊണ്ട്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ശരിക്കും പറഞ്ഞാ ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്, എന്നാണ് നിനക്കും എന്നോട് ആ ഒരു ഫീലിങ്സ് വരുന്നത്, അന്ന് എന്റെ അടുത്തേക്ക് വായോ എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. ഇപ്പൊ രാജാവ് മഹേഷിനെ വിളിപ്പിച്ചതിന് ശേഷം കാട്ടി വെച്ച് കണ്ട ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി എല്ലാം നീ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, ഞാൻ ആഗ്രഹിച്ചതെല്ലാം നീ എനിക്ക് നേടി തന്നിട്ടുണ്ട്, ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്, നിന്നെ ആ ഒരു ദൗത്യം ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് മഹേഷിനോട് രാജാവ് പറയാണ്. മഹേഷ് ഇപ്പോ ഒരുപാട് തെരഞ്ഞ ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. അവളുടെ പേര് യുദ്രാംഗി എന്നായിരുന്നു. യുദ്രാംഗിയെ കണ്ട രാജാവും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ട രാജാവിന്റെ ആദ്യ ഭാര്യ കണ്ണ് നിറച്ച് അവിടെ നിൽക്കാണ്. ശിവാംഗിക്കും ഇത് കണ്ട് ഒട്ടും തന്നെ സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. രാജാവിനോട് ഈ സമയത്ത് മഹേഷ് പറയാണ്, മഹാരാജാവ് എന്നോട് ക്ഷമിക്കണം, ഇവളുടെ പേര് യുദ്രാംഗി എന്നാണ്, എന്റെ ഭാര്യയാണ് ഇവളെന്ന്. ആക്ച്വലി മഹേഷ് ചെറുപ്പത്തിൽ കല്യാണം കഴിച്ച ആ യുദ്രാംഗി ഉണ്ടായിരുന്നല്ലോ, അവള് തന്നെയായിരുന്നു ഇത്. ആ ഡോണിന്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ അവള്. ആ ഡോണിനെ കൊന്ന ആ ഒരു ദിവസം മഹേഷ് യുദ്രാംഗിയെ രക്ഷിച്ചുകൊണ്ട് വന്ന് അവളെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. ഈ കഥകളെല്ലാം മഹേഷ് രാജാവിനോട് പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു ഭാഗത്ത് നിന്ന് ശിവാംഗിയും കേൾക്കുന്നുണ്ടായിരുന്നു. അവള് ഭയങ്കര ദേഷ്യത്തിലാണ്. ഇപ്പൊ രാജാവും വേറെ വഴിയില്ലാതെ, ശരി ഓക്കെ, ഇത്ര നാളെ എനിക്ക് വേണ്ടി എന്റെ കൂടെ നിന്ന ആ ഒരാളല്ലേ നീ, അതുകൊണ്ട് എന്റെ ആശകളൊക്കെ ഞാൻ വേണ്ടാന്ന് വെക്കാം, എന്നിട്ട് അവിടെയുള്ള കണക്കപ്പിള്ളയോട് അവരുടെ പേരിലുള്ള 20 സെന്റ് സ്ഥലം മഹേഷിന്റെ പേരിലേക്ക് മാറ്റാനും അവര് രണ്ടുപേരും അവിടെ സുഖമായിട്ട് പോയി ജീവിക്കട്ടെ എന്നും പറയാണ്. ഇതെല്ലാം കണ്ട് രാജാവിന്റെ ഒന്നാമത്തെ ഭാര്യക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിലും ശിവാംഗിക്ക് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത്. കാരണം എനിക്കില്ലാത്ത എന്താണ് ആ ഒരു പെണ്ണിനുള്ളത് എന്നാണ് അവള് ചിന്തിക്കുന്നത്. യുദ്രാംഗിയെ വിളിച്ചുകൊണ്ട് റാണിയും ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. യുദ്രാംഗി ആ സമയം പറയാണ്, ഭർത്താക്കന്മാരെ ദയവായിട്ട് വേണം കാണാനായിട്ട്, എന്നിട്ട് ഒരു കവിത രൂപത്തില് ഭാര്യമാരെങ്ങനെയായിരിക്കണം എന്നെല്ലാം ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് ശിവാംഗിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടുന്നത്. ഇപ്പൊ ഒരു ദിവസം മഹേഷും അവന്റെ ഭാര്യയും കൊട്ടാരത്തിലൂടെ നടക്കുന്ന സമയത്ത് രാജാവ് പറയാണ്, മഹേഷേ, എപ്പോഴാണ് നിന്റെ ഭാര്യയെ എന്റെ റൂമിലേക്ക് അയക്കാൻ പോകുന്നതെന്ന്. ഇത് കേട്ട മഹേഷ് ദേഷ്യത്തോടുകൂടി രാജാവിനോട്, രാജാവ് എന്താ പറഞ്ഞേ എന്ന് ചോദിക്കാണ്. പിന്നെ നിനക്ക് 20 സെന്റ് സ്ഥലം വെറുതെ തരാനായിട്ട് എനിക്ക് ഭ്രാന്താണോ? അതിന് ഞാൻ കൂലിയായിട്ട് എടുക്കാൻ പോകുന്നത് നിന്റെ ഭാര്യയാണ്, നീ തന്നെ നിന്റെ ഭാര്യയെ എന്റെ അടുത്തേക്ക് അയക്കണം, നിന്റെ ഭാര്യക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സ്ഥലം നിന്റെ പേരിൽ എഴുതി തന്നത്, ഞാൻ ആഗ്രഹിച്ചത് ഒരിക്കലും ഞാൻ വേണ്ടാന്ന് വെക്കില്ല, അത് ഞാൻ കിട്ടിക്കഴിഞ്ഞാലേ അടങ്ങോ എന്നെല്ലാം പറയുന്നുണ്ട്. രാജാവിന്റെ യഥാർത്ഥ രൂപം ഇപ്പോഴാണ് മഹേഷ് കാണുന്നത്. എന്റെ യുദ്രാഗിയുടെ ജീവന് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഡോണിനെ തന്നെ കൊന്നത്. അങ്ങനെയുള്ള എനിക്ക് രാജാവിനെ കൊല്ലാൻ അധികം സമയമൊന്നും വേണ്ടാന്ന്
ദേഷ്യത്തോടുകൂടി മഹേഷ് പറയാണ്. ഇത് കേട്ട് ദേഷ്യം വന്ന രാജാവ് ഒരു വാളെടുത്ത് രുദ്രാംഗിയുടെ കഴുത്തിലായിട്ട് പിടിക്കുന്നുണ്ട്. ഇത് കണ്ടുവന്ന ശിവാംഗി ഒരു ഗണ്ണെടുത്ത് രാജാവിന്റെ മുതുകിലായിട്ട് കൊണ്ടുവെക്കാണ്. എന്നിട്ട് അവരോട് രണ്ടുപേരും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് അവര് രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. രാജാവ് ഇപ്പൊ ഭയങ്കര ദേഷ്യത്തില് ശിവാംഗിയെ അടിക്കുന്നുണ്ട്. എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോ, നിങ്ങൾ ആരാ? നിങ്ങളൊരു രാജാവാ, ഒരു സിംഹ, ഒരു പെൺകുട്ടിയെ ഇങ്ങനെയാണോ സ്വന്താക്കേണ്ടത്? കാട്ടിൽ പോയി വേട്ടയാടി അവളെ സ്വന്താക്ക്, അതാണ് ആണത്തം. ഒരു സിംഹമാണ്, അത് നിങ്ങൾ തെളിയിക്ക് എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. രാജാവ് ഇപ്പൊ അവന്റെ ആൾക്കാരെ മഹേഷിനെയും രുദ്രാംഗിയെയും കണ്ടുപിടിക്കാനായിട്ട് അവരുടെ ആ ഒരു ഗ്രാമത്തിലേക്ക് അയക്കാണ്. പക്ഷെ അവിടെ നിന്നൊന്നും അവരെ കണ്ടു കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആൾക്കാരെ ഇപ്പൊ രാജാവിന്റെ ആൾക്കാര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരെ കാട്ടിത്തരാനും പറയുന്നുണ്ട്. ഈ ഒരു നേരത്താണ് രാജാവ് ആ ഗ്രാമത്തിലുള്ള പെണ്ണുങ്ങളോട് ഒരു വലിയ ദ്രോഹം ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പെണ്ണുങ്ങൾ എല്ലാവരും ചേർന്ന് മഹേഷിനെയും രുദ്രാംഗിയെയും കണ്ടെത്തുന്നുണ്ട്. അപ്പോഴാണ് ഈ പെണ്ണുങ്ങളോട് ആ രാജാവ് ചെയ്ത ക്രൂരത എന്താണെന്ന് മഹേഷിനോട് അവര് പറയുന്നത്. രാജാവിന്റെ പിന്നാലെ നടന്നിരുന്ന കണ്ണമ്മ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവളുടെ കല്യാണം യഥാർത്ഥത്തില് വേറൊരാളുമായിട്ട് നടക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ രാജാവ് ആ ഒരു പയ്യനെ കൊന്നു കളഞ്ഞിട്ട് കണ്ണമ്മയെ ഭയങ്കര ക്രൂരമായ രീതിയിൽ റേപ്പ് ചെയ്യാണ്. അത് മാത്രല്ല, ആ ഗ്രാമത്തിലുള്ള ഓരോ ആണുങ്ങളെയും അടിച്ചിട്ടതിനു ശേഷം അവരുടെ ഭാര്യമാരെയും ആ ഗ്രാമത്തിലുള്ള വേറെ പെണ്ണുങ്ങളെയും ബലാത്സംഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പെണ്ണുങ്ങൾ ഇപ്പോ അവരെ തേടി വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത് ഒരു കുഴപ്പവും ഇല്ല, ഞങ്ങൾ അത് സഹിച്ചോളാം, പക്ഷെ നിങ്ങളെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്നു പറഞ്ഞ് ആ ഒരു പെണ്ണുങ്ങൾ എല്ലാവരും കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇത് കേട്ട മഹേഷിന് വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. നമ്മുടെ ഗ്രാമത്തിൽ ഒരു പ്രശ്നം വന്നാല് ഞാൻ വേണം അത് ചോദിക്കാനായിട്ടെന്ന് അവനും കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹേഷും ആ ഒരു ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്ന് അവിടെ ക്രൂരതകൾ ചെയ്യുന്ന രാജാവിന്റെ ആൾക്കാരെ എല്ലാവരെയും അടിച്ച് പേടിപ്പിച്ച് ഓടിക്കുന്നുണ്ട്. ഓ, നമ്മളെ തന്നെ അടിക്കാനായിട്ട് അവർക്ക് ധൈര്യമുണ്ടോ? ശരി, ഓക്കെ, അവര് നമ്മളുടെ ആ ഒരു കുളത്തിൽ നിന്നല്ലേ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നത്. ആ ഒരു ഗ്രാമത്തിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇനി എത്താനായിട്ട് പാടില്ല. ആരും തന്നെ ആ ഒരു കുളത്തിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പാടില്ല എന്ന് രാജാവ് ഉത്തരവിടുന്നുണ്ട്. ഇപ്പൊ രാജാവിന്റെ ആ ഒരു കണക്കപ്പിള്ള ഈ ഗ്രാമത്തിലുള്ള ആളുകളെ എടുത്തു വന്നതിന് ശേഷം നിങ്ങൾ ആ ഒരു വെള്ളത്തിന്റെ പ്രശ്നം തീർക്കണമെങ്കിൽ രുദ്രാംഗി ഒരു 5 മിനിറ്റെങ്കിലും രാജാവിന്റെ അടുത്തേക്ക് നിങ്ങൾ അയക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വെള്ളത്തിന്റെ പ്രശ്നമെല്ലാം രാജാവ് തീർത്തു തരും എന്നാണ് പറയുന്നത്. എന്നാ ഒരു ഗ്രാമത്തിൽ എല്ലാവരും കൂടി ദേഷ്യപ്പെടാണ്. ഞങ്ങൾ ചത്താലും ശരി, ഈ ഒരു ഗ്രാമത്തിൽ ഒരു പെണ്ണിനെയും ഇനി നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അവര് പറയാണ്. അങ്ങനെ നാളുകൾ പോയിക്കൊണ്ടേയിരിക്കെ അവിടെ വെള്ളം കിട്ടാതെയുള്ള ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും വരൾച്ച വരാനായിട്ട് തുടങ്ങി, കൃഷികളെല്ലാം നശിക്കാനായിട്ട് തുടങ്ങി, മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, വയസ്സായ മനുഷ്യരെല്ലാവരും മരിക്കാനായിട്ട് തുടങ്ങാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ളവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാത്ത രുദ്രാംഗിയും എനിക്കൊരു പ്രശ്നവും ഇല്ല, ഞാൻ രാജാവിന്റെ കൂടെ തന്നെ പൊക്കോളാം, കുറച്ചു നേരത്തേക്കല്ലേ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. താൻ കാരണം തന്റെ ഈ ഒരു ഗ്രാമം ഇങ്ങനെ നശിക്കാൻ പാടില്ല എന്ന് ആലോചിച്ചിട്ടാണ് ഗ്രാമത്തിലുള്ള ആളുകളുടെ മുന്നിൽ വെച്ച് രുദ്രാംഗി ഇങ്ങനെ പറയുന്നത്. ഇത് കേട്ട മഹേഷിനും ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഭാര്യ തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവനക്ക് കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കണക്കപ്പിള്ള രാജാവിന്റെ അടുത്ത് ചെന്നിട്ട് രുദ്രാംഗി ഈ ഒരു കാര്യത്തിന് സമ്മതിച്ചു എന്ന് പറയാണ്. ഇത് കേട്ട രാജാവും മഹേഷ് ഭയങ്കര നാണം കെടുത്തിയിട്ടാണ് അവന്റെ ഭാര്യയെ കൊണ്ടുപോയത്. ഇനി മഹേഷ് തിരിച്ചു വന്ന് എന്റെ കാലിൽ വീണ് എന്റെ ഭാര്യയെ രാജാവ് എടുത്തോ എന്നും പറഞ്ഞ് കരയാതെ ഞാൻ ഇതിന് സമ്മതിക്കില്ല, ഇത് നടന്നാൽ മാത്രമേ ഗ്രാമത്തിലേക്ക് വെള്ളം കൊടുക്കൂ എന്നെല്ലാം പറയാണ്. മഹേഷിന് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിന് വേണ്ടി രാജാവിന്റെ കാലിൽ വീണ് എന്റെ ഭാര്യയെ നിങ്ങൾ എടുത്തു രാജാവേ, ഞങ്ങളുടെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കയറിയാൽ മാത്രം മതി എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. രാജാവും ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് നിന്റെ ഭാര്യയെ എന്റെ അടുത്തേക്ക് പറഞ്ഞയക്കെന്ന് മഹേഷിനോട് പറയാണ്. രുദ്രാംഗിയെ രാജാവിന്റെ അടുത്തേക്ക് അയക്കാൻ വേണ്ടി മഹേഷ് തന്നെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് അവൾ അവിടെ നിന്ന് ചോറ് കഴിച്ചിട്ടാണ് പോകുന്നത്. അവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇപ്പൊ കൊട്ടാരത്തിൽ നിന്ന് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാരെല്ലാവരും ചേർന്ന് അവളെ യാത്ര അയക്കുന്നുണ്ട്. ഒരു ഗ്രാമത്തിന് വേണ്ടി തന്റെ മാനം കളയാൻ തീരുമാനിച്ച രുദ്രാംഗിയെ ഒരു ദൈവത്തെ പോലെയാണ് ആ ഒരു ഗ്രാമത്തിലുള്ളവരെല്ലാം ഇപ്പൊ കാണുന്നത്. രുദ്രാംഗി ആ ഒരു കൊട്ടാരത്തിൽ കാലെടുത്ത് വെച്ചപ്പോ തന്നെ ആ ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരോടും വെള്ളം എടുത്തോ എന്ന് രാജാവ് പറയുന്നുണ്ട്. മഹേഷ് ആണ് ഭാര്യയെ രാജാവിന്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് ആക്കി പുറത്തേക്ക് പോകുന്നത്. അവൻ നന്നായി തന്നെ കരയുന്നുണ്ടായിരുന്നു. രാജാവിന്റെ ചെരുപ്പ് തുടച്ചു കൊടുത്തതിന് ശേഷം ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കാനായി രാജാവിനെയും തന്റെ ഭാര്യയുള്ള റൂമിലേക്ക് മഹേഷ് തന്നെയാണ് പറഞ്ഞയക്കുന്നത്. ഇതെല്ലാം കണ്ട രാജാവിന്റെ ഒന്നാമത്തെ ഭാര്യ നന്നായി തന്നെ കരയുന്നുണ്ടായിരുന്നു. അവളിപ്പം ഗർഭിണി കൂടിയാണ്. ഇതെല്ലാം കണ്ടിട്ട് അവൾക്ക് പ്രസവ വേദന വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴാണ് രുദ്രാംഗിയോട് രാജാവ് ഒരു വലിയ സത്യം പറയുന്നത്. അവനെ ഇത്രയും ഓടിപ്പിച്ചതല്ലേ, അതിന്റെ പ്രതികാരമായിട്ട് രാജാവ് ഒരു ഗ്രാമത്തിലെ ആൾക്കാരെ എടുക്കാൻ പോയ വെള്ളത്തില് വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നാട്ടുകാരെല്ലാവരും ഇതറിയാതെ ആ ഒരു കുളത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങാണ്. അവരെ എല്ലാവരെയും ഒറ്റയടിക്ക്
ഒറ്റയടിക്ക് കൊല്ലാനുള്ള പ്ലാൻ ആയിരുന്നു രാജാവിന്റേത്. ശിവാംഗി ഇതെല്ലാം കണ്ടിട്ട് മഹേഷിന്റെ അടുത്തേക്ക് വന്നിട്ട്, നീ ഇത്രയും നാണം കെട്ടവനായോ? വേറെ ഒരാളുടെ റൂമിലേക്ക് സ്വന്തം ഭാര്യയെ അയക്കാൻ മാത്രം നിനക്ക് ഇത്രയും നാണില്ലാതായോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അവനും രാജാവ് എന്തെല്ലാം ക്രൂരതയാണ് ആ ഒരു ഗ്രാമത്തിനോട് ചെയ്തതെന്ന് പറയുന്നത്. അത് കേട്ട് അവളുടെ കണ്ണു നിറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഗ്രാമത്തിലുള്ള ഒരുപാട് പേര് ആ ഒരു വെള്ളം കുടിച്ച് മരിച്ചു പോകുന്നുണ്ട്. ചിലർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അത് കുടിക്കാത്തത് കൊണ്ട് രക്ഷപ്പെടാണ്. ഇതുകൊണ്ട് തന്നെ രാജാവിനോട് ആ ഒരു നാട്ടുകാർക്ക് വല്ലാതെ ദേഷ്യം തോന്നുന്നുണ്ട്. ഒരുപാട് കമ്പും ആയുധങ്ങളുമായി കൊട്ടാരത്തിന് നേരെ ആ ഒരു ആൾക്കാര് ഓടി നീങ്ങാണ്. വേറെ ഒരു ഭാഗത്ത് രാജാവിന്റെ ഒന്നാം ഭാര്യ പ്രസവിക്കുന്നുണ്ട്. പെൺകുട്ടിയാണ് അവർക്ക് ജനിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഭാര്യ ആയിട്ടുള്ള ശിവാംഗിയാണ് അവളുടെ കൂടെ ഇരുന്ന് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. മഹേഷിനെ വിളിച്ചുകൊണ്ട് ഈ ഒരു ഒന്നാമത്തെ ഭാര്യ ആ ഒരു കുട്ടിയെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, ഈ ഒരു കൊച്ചി ഇവിടെ വളർന്നിട്ടുണ്ടെങ്കിൽ രാജാവിന്റെ പോലെ ഇവള് നശിച്ചു പോകും, രാജാവിന്റെ കൂടെ ഇവള് നന്നായി വളർന്നു വരില്ല, നീ ഇവളെ നന്നായി വളർത്തണം എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഭാര്യ മരിച്ചു പോകാണ്. രാജാവ് ഇപ്പൊ ഭയങ്കര സന്തോഷത്തോടുകൂടി രുദ്രാംഗിയുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് അവള് കൊഴിഞ്ഞു വീഴുന്നത്. അവളുടെ വായിൽ നിന്നെല്ലാം ചോരയും പതയും എല്ലാം വരുന്നുണ്ട്. ആ സമയത്താണ് രാജാവ് മനസ്സിലാക്കുന്നത് അവൾ എന്തോ വിഷം കഴിച്ചിട്ടുണ്ടെന്ന്. അവിടേക്ക് മഹേഷിനെ വിളിപ്പിക്കുന്നുണ്ട്. മഹേഷ് ഇപ്പോ ഭാര്യ മരിച്ചു പോയത് കണ്ടിട്ട് ഒരു കാര്യം ആലോചിക്കുന്നുണ്ട്. രുദ്രാംഗിയെ കൂട്ടിക്കൊണ്ടു പോരുന്ന ആ ഒരു സമയത്ത് അവള് ഭക്ഷണം കഴിച്ചിരുന്നല്ലോ, അതിൽ അവള് വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ നിനക്ക് മാത്രമാണ് മഹേഷ് എന്ന് അവള് പറഞ്ഞ കാര്യം അവൻ ഇപ്പോ ഓർക്കുന്നുണ്ട്. രാജാവ് ചെയ്ത എല്ലാ ദ്രോഹങ്ങളും ആലോചിച്ച മഹേഷ് ഇപ്പൊ അവനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് ശിവാംഗിയും ഉണ്ടായിരുന്നു. രാജാവിന്റെ ഒന്നാമത്തെ ഭാര്യ ജനിച്ച ആ ഒരു കുട്ടിയെ ഒരു വയസ്സായ ആളുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട്, ഈ ഒരു കുട്ടിയെ ഈ ഗ്രാമത്തിന് പുറത്ത് കൊണ്ടുപോയി പഠിപ്പിക്കണം, അവള് വലുതായതിനു ശേഷം ഇങ്ങോട്ട് വന്നാ മതി എന്ന് മഹേഷ് പറയുന്നുണ്ട്. ഇപ്പൊ അവര് വലിയ ഫൈറ്റ് ആവുകയും രാജാവിനെ കൊല്ലാനായിട്ട് മഹേഷ് ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, ഒരു ഭാഗത്തുനിന്ന് ശിവാംഗിയും വരാണ്. എന്തായാലും ഞാൻ മരിച്ചു പോകുന്ന മനസ്സിലാക്കിയ രാജാവും അവന്റെ കഴുത്ത് സ്വയം അറുത്ത് അവിടെ മരിക്കുന്നുണ്ട്. ഇപ്പൊ മഹേഷിനും ആ ഒരു ഫൈറ്റിൽ നന്നായി തന്നെ വെട്ടുകൊണ്ടിട്ടുണ്ടായിരുന്നു. അവന് ആ ഒരു സ്ഥലത്ത് തന്നെ വീഴുന്നുണ്ട്. ശിവാംഗിയുടെ മടിയിലായിട്ട് കിടന്ന മഹേഷിനോട് അവള് ചോദിക്കുകയാണ്, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന്? ഈ ഒരു കൊട്ടാരം ഒരു സ്കൂളായി മാറ്റണമെന്നും ഞങ്ങൾക്കും പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ വേണം, നല്ല ഭക്ഷണം വേണം, നന്നായി വെള്ളം കിട്ടണം, ഞങ്ങൾക്കും മനുഷ്യരെ പോലെ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണം എന്നാണ് മഹേഷ് അവസാനമായിട്ട് അവളോട് പറഞ്ഞത്. ഇപ്പൊ രാജാവും മരിച്ചു, ഒന്നാമത്തെ ഭാര്യയും മരിച്ചു, ഇനി എല്ലാ അവകാശവും ശിവാംഗിയുടേതായിരുന്നു. ഇപ്പൊ ശിവാംഗിയും ആ ഒരു കൊട്ടാരം സ്കൂളാക്കി മാറ്റി മഹേഷിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അവസാനം ഈ കഥ ഇപ്പോ മഹേഷിന്റെ കുട്ടിയാണെന്ന് നമ്മൾ കരുതിയ ആ ഒരു രാജാവിന്റെ മകളോട് പറയുന്നുണ്ട്. രാജാവിന്റെയും ഒന്നാമത്തെ ഭാര്യയുടെയും മകളായിരുന്നു അവള്. അവളുടെ പേര് മഹേഷിന്റെ ഭാര്യയുടെ പേരായിട്ടുള്ള രുദ്രാംഗി എന്നായിരുന്നു. ഈ ഒരു കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് രുദ്രാംഗിയെ അടുത്ത അവകാശിയായിട്ട് അവൾ നിയമിക്കുന്നുണ്ട്. ഇവളാണ് യഥാർത്ഥത്തിൽ ആ ഒരു കൊട്ടാരത്തിന്റെ അവകാശി. ആ ഒരു കൊട്ടാരം ഇപ്പോ സ്കൂളാക്കി മാറ്റി എന്നുള്ള രൂപത്തിൽ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു മൂവി റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. താങ്ക്